Welcome to Entrance Physics 55, rotation 2. A uniform rod of length L, small l, stands vertically on a horizontal surface. If it falls down to the plane, the velocity of the upper end of the rod at the moment it touches the ground, touches the plane, A, root of Lg, B, root of Lg by 2, Lg by 2 റൂട്ടിനകത്ത്, C, root of 2Lg, D, root of 3Lg. ഇതാണ് ചോദ്യം. ഒരു വെർട്ടിക്കൽ റോഡ് ഇത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിരിക്കുന്നു. ഇത് ഇങ്ങനെ പ്ലെയിനിലോട്ട് വീഴുന്നു. ഈ എൻഡ് ഫിക്സ് ചെയ്തിട്ടാണ് ഇത് അനങ്ങാത്ത രീതിയിൽ ഇത് പെടന്ന് വീഴുന്നു. എങ്കിൽ ഈ ബി എന്ന് പറയുന്ന ടിപ്പിൻ്റെ വെലോസിറ്റി ഈ പ്ലെയിനിലെത്തുന്ന മോമെൻറ്റിൽ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. യൂണിഫോം റോഡാകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എൻ്റെ മിഡിലിലാണ്. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും L/2 ഹൈറ്റിലാണ്. അപ്പോൾ ഇത് വീഴുമ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെർട്ടിക്കലായിട്ട് L/2 ദൂരം ചലിച്ചു എന്ന് പറയാം. അതായത് പൊട്ടൻഷ്യൽ എനർജി, ഇതിൻ്റെ വെയിറ്റ് ഈ ജിയിൽ കൂടെ ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെട്ടത് mgh, ദറ്റ് ഈസ് mg ഇൻറ്റു L/2. അത് ഈ എൻഡിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് പറഞ്ഞാൽ ഇവിടെ റൊട്ടേഷനാണ് നടക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് I omega square. So mg into L/2 equals half I omega square. റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൺ എൻഡ്, ഈ എൻഡിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് അത് mL²/3 ആണ്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്കുള്ള ഫോർമുലയൊക്കെ ഓർത്തിരുന്നോണം. റിങ്, ഡിസ്ക്, തിൻ റോഡ്, സ്ഫിയർ, സിലിണ്ടർ, ഇത് നമ്മൾ ഓരോ ചോദ്യത്തിൽ അവിടെ വരും. അപ്പോൾ ഫോർമുല ഒന്ന് അറിഞ്ഞിരിക്കുക. ഓരോ പോയിൻറ്റിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു ഐക്ക് വരെ mL²/3 ഇൻറ്റു വി ഈക്വൽസ് R ഒമേഗ. ഈ പോയിൻ്റ് എടുക്കുമ്പോൾ ഈ സർക്കിളിൽ കൂടെ ഇത് വരുന്ന ഈ പോയിൻ്റ് അപ്പർ എൻഡ്, ആ സർക്കിളിൻ്റെ റേഡിയസ് അല്ല. അപ്പോൾ വി ഈക്വൽസ് R ഒമേഗ. സോ ഒമേഗ ഈസ് V/R, ദറ്റ് ഈസ് V/L. ഒമേഗ സ്ക്വയർ ഈസ് V²/L². ഇത് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യും. പോയിട്ട് V² GL, ലെഫ്റ്റ് സൈഡിലെ GL ഈക്വൽസ് 2/3 V²/3 എന്ന് വരും. ഓർ V ഈക്വൽസ് root of 3GL. So choice is GL, D. Choice is D. Two circular discs with moments of inertia I1 and I2 rotate about mutually perpendicular axes with angular velocities omega1 and omega2 respectively. Angular momentum of the system A, I1 omega1 plus I2 omega2, B, I1 omega1 plus I2 omega2 the whole divided by 2, C, square root of I1 square plus I1 square omega1 square plus I2 square omega2 square, D,
I1 omega 1 plus or minus I2 omega 2. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആംഗുലാർ മൊമെൻ്റ് ഒരു വെക്ടറാണ്. ഇപ്പോൾ ഒരു സർക്കുലർ ഡിസ്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ സെൻസിൽ ഈ വലത് കൈയുടെ വിരൽ വരത്തക്കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 4 വിരൽ ആ സെൻസിൽ വരത്തക്കൊണ്ട് റിമ്മി ചേർത്ത് പിടിക്കുക. എങ്കിൽ തള്ളവിരൽ പെർപെൻഡിക്കുലറായിട്ട് നൂർത്ത് പിടിച്ചാൽ ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടെ ആ തള്ളവിരൽ ചൂണ്ടിയിരിക്കുന്നിടത്തേക്ക് ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ പിടിക്കണം. 4 വിരൽ വലത് കൈയുടെ 4 വിരലുകൾ ഇത് തിരിയുന്ന സെൻസിനെ കാണിക്കത്തക്കവണ്ണം റിമ്മിലോട്ട് ഞാൻ ചുറ്റിപ്പിടിക്കുക. എങ്കിൽ നൂർത്ത് വെച്ചിരിക്കുന്ന തള്ളവിരൽ എങ്ങോട്ടാണോ അങ്ങോട്ട് ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ 2 ആക്സിസും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ 2ൻ്റെ ആക്സിസും പെർപെൻഡിക്കുലറാണ്. ഒന്നിൻ്റെ ഒരു ഡിസ്കിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L1 അതിൻ്റെ ആക്സിസിൽ കൂടെ, രണ്ടാമത്തത് L2 അതിൻ്റെ ആക്സിസ് കൂടെ. എങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ റിസൾട്ടൻറ്റ് മൊമെൻറ്റ് ആംഗുലാർ മൊമെൻറ്റ് ഈസ് പൈതഗോറസ് തിയറം, പാരലോഗ്രാം തിയറത്തിൻ്റെ സ്പെഷ്യൽ കേസ് L ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ. പക്ഷേ നമുക്കറിയാം L ഈസ് I ഒമേഗ. അപ്പോൾ L1 ഈസ് I1 ഒമേഗ 1 ആൻഡ് L2 ഈസ് I2 ഒമേഗ 2. സോ L ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് I1 സ്ക്വയർ ഒമേഗ 1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ഒമേഗ 2 സ്ക്വയർ. അതാണ് ചോയ്സ്. ദ ചോയ്സ് ഈസ് സി. അടുത്ത ചോദ്യം. 2 particles each of mass 1 kilogram revolve in a circle of radius 1 meter with equal speed 5 meter per second. Total angular momentum of the particles: 1 about the center of the circle O and 2 about the point B. Choices: A 10 10. 2 ആൻസർ വരുമല്ലോ. 10, 10. B 0 10. C 0 0. D 5 5. അവിടെ ഇപ്പോൾ ഫിഗർ തരുമോ തരാതിരിക്കുകയൊക്കെ ചെയ്യാൻ ഫിഗർ തരും. ഇവിടെ ഇപ്പോൾ എയിൽ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് ഫിഗർ കാണിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഇങ്ങോട്ടാണ്. മറ്റേ പാർട്ടിക്കിൾ ബി വെലോസിറ്റി ഇങ്ങോട്ടാണ്. റേഡിയസ് R ഈസ് 1 മീറ്റർ. 2ൻ്റെ മാസ് 1 കിലോഗ്രാം. 2 പാർട്ടിക്കിളല്ലേ? രണ്ട് പാർട്ടിക്കിൾ മാസസ് ഓരോന്നിൻ്റെയും 1 കിലോഗ്രാം. റേഡിയസ് സർക്കിളിൻ്റെ റേഡിയസ് 1 മീറ്റർ. വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം MVR. L ഈസ് MVR. ആദ്യം ചോദിക്കുന്നത് അബൌട്ട് ദി സെൻറ്റർ ഓഫ് ദി സർക്കിളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം 4 വിരൽ ഇങ്ങോട്ട് വരത്തക്കവണ്ണം പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ പേപ്പറിന് വെളിയിലോട്ട് വരും. ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റവും പേപ്പറിന് വെളിയിലോട്ടാണ്. അപ്പോൾ 2 ആംഗുലാർ മൊമെൻറ്റം 2 പാർട്ടിക്കിളിൻ്റെ ഒരേ ഡയറക്ഷനിൽ വരും. അതിലൊരെണ്ണത്തിൻ്റെ MVR വരും, 2 2 MVR. കാരണം 2 ഒരേ മാസ്, ഒരേ വെലോസിറ്റി, ഒരേ റേഡിയസ് സർക്കിളിൻ്റെ. ഇപ്പോൾ 2 MVR, ദറ്റ് ഈസ് 2 ഇൻറ്റു M ഈസ് 1 കിലോഗ്രാം ഇൻറ്റു V ഈസ് 5 ഇൻറ്റു R റേഡിയസ് 1 മീറ്റർ, ദറ്റ് ഈസ് 10. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ടോർക്ക് ഇൻറ്റു ടൈം, ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ്. അതിപ്പോൾ യൂണിറ്റ് പ്രശ്നമല്ല. ഇവിടെ ഇപ്പോൾ വെറുതെ ന്യൂമറല്ലേ നമ്പർ തന്നിട്ടുള്ളൂ ചോദ്യത്തിൽ. അപ്പോൾ 10. ഇനി ബി എ ബേസ് ചെയ്ത് ആംഗുലാർ മൊമെൻറ്റം പറയുമ്പോൾ ബിയുടെ ആംഗുലാർ മൊമെൻറ്റം 0 കാരണം അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം അതിനെ ബേസ് തന്നെ. അപ്പോൾ R ഫാക്ടർ അങ്ങ് 0 ആകും. ആംഗുലാർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി റെഫറൻസ് പോയിൻറ്റ്. അപ്പോൾ ബിയുടെ മൊമെൻറ്റം MV,
ദാറ്റ് ഇൻറ്റു അതിൽ നിന്ന് അതിലേക്കുള്ള അകലം എന്ന് പറയുമ്പോൾ 0 ആണ്. ചുരുക്കത്തിൽ ആംഗുലാർ മൊമെൻ്റ് ഓഫ് ബി അബൌട്ട് ഇറ്റ് സെൽഫ് ഈസ് 0. പിന്നെ ഇവിടെ എക്ക് മാത്രമേ ആംഗുലാർ മൊമെൻ്റ് ഉള്ളൂ. ദാറ്റ് ഈസ് എം വി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. കാരണം ഇതാ ഇപ്പോൾ പോയിൻ്റ് ഓഫ് സെൻറ്റർ, മൊമെൻ്റ് സെൻറ്റർ. അപ്പോൾ എം വി ഇൻറ്റു 2r എന്ന് വരും. ദാറ്റ് ഈസ് എം വി ഇൻറ്റു 2r. ഇപ്പോൾ 1 ഇൻറ്റു 5 ഇൻറ്റു 2r, 2 ഇൻറ്റു 1 2. അപ്പോൾ 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 10. 5 ഇൻറ്റു 2 10. ആൻസർ ഈസ്, അപ്പോൾ രണ്ട് കേസിലും ഒയെ ബേസ് ചെയ്താലും ബിയെ ബേസ് ചെയ്താലും ആംഗുലാർ മൊമെൻറ്റം 10 യൂണിറ്റാണ്. അപ്പോൾ 10 ദാറ്റ് ഈസ് ദി ചോയ്സ്. ദ ചോയ്സ് ഈസ് എ. ചോയ്സ് ഈസ് എ. അടുത്ത ചോദ്യം. A uniform disk of radius capital R and mass capital M is capable of rotation about an axle offering negligible friction. A light cord is wrapped around the rim of the disk and a steady downward pull P is exerted on the cord. The angular acceleration and tangential acceleration of a point on the rim A P by mr, P by m. രണ്ട് ആൻസർ ഉണ്ടല്ലോ. ബി ആംഗുലാർ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പോൾ രണ്ട് ആൻസറാണ്, പി ബൈ എം ആറും പി ബൈ എമ്മും. ബി പി ബൈ എം ആർ സ്ക്വയർ ആൻഡ് പി ബൈ എം ആർ. സി 2p by mr and 2p by m. D 4p by mr and 4p by m. സർക്കുലാർ ഡിസ്കിൻ്റെ റിമ്മിൽ കൂടെ ഒരു കോഡ് വൈൻഡ് ചെയ്തിട്ട് ചുറ്റിയിട്ട് താഴോട്ട് പുള്ളി ചെയ്യുക വിത്ത് ഫോഴ്സ് പി. റേഡിയസ് ഈസ് ക്യാപിറ്റൽ ആർ. ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടോ ബൈ ഐ. ടോ ഈക്വൽ സൈ ആൽഫ, ന്യൂട്ടൺസ് ലോ ഓഫ് റൊട്ടേഷൻ. ടോ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ആർ, എഫ് ഇൻറ്റു ആർ, പി ഇൻറ്റു ആർ ബൈ സർക്കുലർ ഡിസ്ക് ആകുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഹാഫ് എം ആർ സ്ക്വയർ. പോയിട്ട് ദറ്റ് ഈസ് ആൽഫ ഈസ് 2 അങ്ങോളി 2p by mr. അപ്പോൾ ഒരു ആൻസറായി. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 8t ഈക്വൽസ് ആർ ആൽഫ. ഒരാറ് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ, അപ്പോൾ ആറങ്ങ് പോകും. പോയിട്ട് 2p by m. അതത്രേ ഉള്ളൂ. സോ ചോയ്സ് ഈസ് p by 2p by mr and 2p by m. Choice is C. Another. Two equal masses, small m each, are attached to the left end of a beam supported at its center of gravity by a cord, and the masses revolve in a horizontal circle. A third mass 2m. നേരത്തെ ഉള്ളത് m ആയിരുന്നു ഓരോന്നിൻ്റെ. ഇതിപ്പോൾ ഒരു ബോഡിയുടെ മാസ് അത് തന്നെ 2m is attached to the right end of the beam. This mass also rotates in a horizontal circle. Semicolon the chords making equal angle with the vertical. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ബീമിൽ നിന്നും രണ്ട് എൻഡിൽ നിന്നും ഒരെൻഡിൽ നിന്നും 2 മാസ് ഒരു ത്രെഡ് തൂക്കിയിട്ട് ഫിഗർ തന്നിട്ടുണ്ട്. അത് രണ്ടും ഒരു സർക്കിളിൽ ഹൊറിസോണ്ടൽ സർക്കിളിൽ കറക്കുന്നു. മറ്റേ റൈറ്റ് എൻഡിലേത് ഒരു മാസ്, അത് ഇത് രണ്ടിൻ്റെയും കൂടെ മാസ് ചേരുന്ന ട്വൈസ്, ഒന്നിൻ്റെ മാസിൻ്റെ ഇരട്ടിയുണ്ട് 2m.
അത് ഹൊറിസോണ്ടൽ സർക്കിളിൽ കറങ്ങുന്നു. രണ്ടും ഒരേ വെർട്ടിക്കലുമായിട്ട് ഒരേ ആംഗിൾ ഉണ്ടാക്കത്തോളം കറങ്ങുന്നു എങ്കിൽ എ ദി ബീം റിമെയിൻസ് ഹൊറിസോണ്ടൽ, കാരണം രണ്ടും 2m അല്ലേ. ബി റൈറ്റ് എൻഡ് ഡിപ്രസസ്, വലതുവശം താഴും. സി ലെഫ്റ്റ് എൻഡ് ഡിപ്രസസ്. ഡി ദി ബീം ഇറ്റ്സെൽഫ് ഓസിലേറ്റ്സ്, ബീം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഫിഗർ. ഒരു ബീം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മിഡ് പോയിൻ്റ് അതിൽ താങ്ങി നിർത്തിയിരിക്കുക. ലെഫ്റ്റ് എൻഡിൽ എം ഈക്വൽ മാസമുള്ള 2 ബോഡി 2 ത്രെഡെ കെട്ടി ഇതിൽ നിന്നൊരു കോമൺ ത്രെഡ് കൊടുത്തിട്ട് ഇത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കറക്കുന്നു. ഇവിടെ ഒരു മാസമേ ഉള്ളൂ, അതിൻ്റെ മാസ് 2m, അതും ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ. ഈ ആംഗിൾ രണ്ടും സെയിമാണ്, വെർട്ടിക്കലി ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ. എങ്കിൽ ഇതും 2m, ഈ ലെഫ്റ്റ് എൻഡിലും 2m ഉണ്ട്, റൈറ്റ് എൻഡിലും 2m ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൊറിസോണ്ടൽ സർക്കിളിൽ കറങ്ങുമ്പോൾ ഈ mg, ഈ ഒരു ത്രെഡിലെ ടെൻഷൻ, ഇവിടെ 2 ത്രെഡുണ്ട്, ഒരു ത്രെഡിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റിൻ്റെ കോസ് കമ്പോണൻ്റ് mg കോസ് തീറ്റ, ദറ്റ് ഈസ് ടി. ഇത് ഞാൻ നേരത്തെ വേറൊരു ചോദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഈക്വൽസ് mg കോസ് തീറ്റ. അങ്ങനെ 2 ടി ഉണ്ട് ഇവിടെ. ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റായി ഈ ത്രെഡേ വരണ്ടേ. 2 ഈക്വൽ ഫോഴ്സസ് റിസൾട്ടൻ്റ് കാണാൻ സ്പെഷ്യൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന 2 ഫോഴ്സസ് തീറ്റ ആംഗിളിൽ ആംഗിൾ ഇതിനിടയ്ക്ക് തീറ്റ ആണ് ആംഗിളെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആർ ഈക്വൽസ് 2f കോസ് തീറ്റ ബൈ 2. 2f കോസ് തീറ്റ ബൈ 2 ആ റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2t ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇതിൻ്റെ ബൈസെക്ടറിൽ കൂടെ വരും എന്ന് പറഞ്ഞാൽ അതാണ് ഈ സിംഗിൾ ത്രെഡിലല്ലേ ലെഫ്റ്റ് എൻഡ് താങ്ങേണ്ട ടെൻഷൻ, ലെഫ്റ്റ് എൻഡിലോട്ടാണ് ഈ ടെൻഷൻ ചെല്ലുന്നത്. അപ്പോൾ T1 ഈക്വൽസ് ഈ കേസിൽ ഈ ലെഫ്റ്റ് എൻഡിൽ ചെല്ലുന്ന ടെൻഷൻ T1 ഈക്വൽസ് 2t കോസ് തീറ്റ, 2t കോസ് തീറ്റ ബൈ 2, ദറ്റ് ഈസ് 2mg കോസ് തീറ്റ. ഇത് എഫ് 2f കോസ് തീറ്റ ബൈ 2. തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ 2 തീറ്റ, ഇവിടെ തീറ്റ തന്നെ വരും, കാരണം ഇത് 2 തീറ്റയാണ്. അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ തീറ്റ വരും. ഇപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ അല്ല 2mg കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെ നോക്കിയ തീറ്റ 0 അല്ല എങ്കിൽ കോസ് തീറ്റ ഈസ് ലെസ് ദാൻ 1. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ, ഒന്നിനൊക്കെ കുറഞ്ഞ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് വീണ്ടും കുറയും. അപ്പം ചുരുക്കത്തിൽ ഈ 2mgയേക്കാൾ കുറവാണ് ഇവിടെ ടെൻഷനായിട്ട് വരുന്നത്. കോസ് സ്ക്വയർ ഫാക്ടർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് നോക്കുക, അടുത്ത കേസ് നോക്കുക. ഇവിടെ ടെൻഷൻ ഒരു ത്രെഡേ ഉള്ളൂ. T2 ഈക്വൽസ് mg കോസ് തീറ്റ. അത് m എന്ന് പറഞ്ഞാൽ ഇവിടെ 2m ആണ്. അപ്പോൾ 2mg കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റ വരും, ഇവിടെ കോസ് സ്ക്വയർ തീറ്റ വരും. തീർച്ചയായിട്ടും കോസ് തീറ്റയൊക്കെ ചെറുതാ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 എന്ന് പറയുമ്പോൾ റൈറ്റ് എൻഡിൽ കൂടുതൽ ടെൻഷൻ താങ്ങണം ഈ റൈറ്റ് എൻഡ്. അപ്പോൾ അവിടെ ഡിപ്രസ് ചെയ്യും, റൈറ്റ് എൻഡ് വിൽ ഡിപ്രസ്. നേരത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു സിമ്പിൾ പെൻഡുലം ആയിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോഴും ബോബ് ഹൊറിസോണ്ടൽ സർക്കിളിൽ കറങ്ങുമ്പോഴും ഏത് കേസിലാണ് ടെൻഷൻ കൂടുതൽ വരുന്നതെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ഒന്നുകൂടെ പരിശോധിക്കുക. അപ്പോൾ ഇത് ഇന്നിപ്പോൾ അത്രയും കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.